നാട് കൂടുതൽ പ്രകാശപൂരിതമായിരിക്കുന്നു. സ്വത്വബോധം വീണ്ടെടുത്ത ജനത കൂടുതൽ ആനന്ദഭരിതരായിരിക്കുന്നു. സ്വതന്ത്ര ഭാരതം കണ്ട തിളക്കമാർന്ന റിപ്പബ്ലിക് ദിനമാണ് ജനുവരി 26 ഈ തണുത്ത പ്രഭാതം സാക്ഷ്യം. ഭരണഘടനയിലെ സോവർണിറ്റി, പരമാധികാരം എന്ന പദം അർത്ഥവത്തായ ദിനങ്ങളാണ് നമുക്ക് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിനു മുന്നിൽ കൈനീട്ടി നിന്നിരുന്ന ഭാരതത്തെയല്ല, ആടിയുലയുന്ന ലോകത്തിന് കരുത്തു പകരുന്ന ഭാരതത്തിനെയാണ് ഇന്ന് നാം കാണുന്നത്. മതപീഡനത്താൽ തങ്ങളുടെ സർവസ്വവും വലിച്ചെറിഞ്ഞ പലായനം ചെയ്യപ്പെട്ട ജനതയുടെ കണ്ണീരൊപ്പാനായി നാം CAA നിയമം പാസാക്കി. സ്വന്തം കൺമുന്നിലിട്ട് മക്കൾ പീഡിപ്പിക്കപ്പെടുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന ഹതഭാഗ്യരായ രക്ഷകർത്താക്കൾ തങ്ങളുടെ സകലതും നഷ്ടപ്പെട്ട് ചവിട്ടി നിൽക്കാൻ ഭൂമി പോലും ഇല്ലാതായ ആ ജനതയ്ക്ക് ഭാരതാംബ അഭയഹസ്തം നൽകി. കാലങ്ങൾക്ക് മുന്നേ റോമൻ അധിനിവേശത്താൽ നാടുവിട്ടോടിയ ജൂതന്മാരിൽ തുടങ്ങി എല്ലാം നഷ്ടപ്പെട്ട് ഇവിടേക്ക് ഒഴുകിയെത്തിയ മനുഷ്യരെ നെഞ്ചോട് ചേർത്ത സംസ്കൃതിയാണ് എല്ലാ കാലത്തും നാം മുന്നോട്ട് വച്ചത്. അതാണ് ഇവിടെയും കണ്ടത്. അവശ്യ ജനവിഭാഗത്തിന് കരുത്തു പകരാൻ സർക്കാർ ധനം ഇന്ന് നേരിട്ട് ജൻധൻ അക്കൗണ്ടുകളിൽ എത്തുന്നു. ഭുജനീയരായ വനിതകൾക്ക് അർഹമായ സ്ഥാനം ലഭ്യമാക്കാനായി വനിതാ സംവരണം നടപ്പിലായി. പുരുഷന്മാർക്ക് പിന്നിലല്ല, ഒപ്പമാണ് സ്ത്രീ എന്ന ആശയത്തിന് കൂടുതൽ കരുത്തു പകരുന്നതായിരുന്നു നിയമം. ഒപ്പം കാലങ്ങളായി സ്ത്രീകളെ അടിച്ചമർത്തി ഭരിക്കാൻ വേണ്ടി നിർമ്മിച്ച ഗോത്ര നിയമത്തിന്റെ ഭാഗമായ മുത്തലാഖ് കുറ്റകരമാക്കി. അനവധി സ്ത്രീകൾ ഇതുമൂലം ഇരുട്ടിന്റെ മറവിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തതായി ഭാരതം മുഴുവനുള്ള പ്രദേശങ്ങളെയും ഒറ്റ നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി അനുച്ഛേദം 370 പിൻവലിച്ചു. രാജ്യത്തിനകത്തെ തീവ്രവാദത്തെ പാലൂട്ടി വളർത്തിയ ഭരണഘടനാ അനുച്ഛേദം 370 ഇന്നില്ല. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ആശയത്തിന് കൂടുതൽ കരുത്തു പകരുന്ന നീക്കമായിരുന്നു അത്. ഇന്ന് ആർമിക്കു നേരെ കല്ലെറിയുന്ന യുവാക്കൾക്ക് പകരം ദേശീയ സ്മാരകമായ ലാൽ ചൗക്കിൽ പൂവെറിയുന്ന യുവതയാൽ ഈറനണിഞ്ഞിരിക്കുന്നു കശ്യപഭൂമി. പണ്ഡിറ്റുകളുടെ നിണമൊഴുകിയ നാട്ടിൽ അവർ ആനന്ദത്തോടെ ജീവിക്കുന്നു. വിഘടനവാദികളും ഭീകരവാദികളും ഇരുളറയ്ക്കുള്ളിലായി. ശിക്ഷാവിധികൾ ഉൾക്കൊള്ളുന്ന IPC ഭാരതീയ നിയമസംഹിതയും CRPC ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുമായി പുനർനാമകരണം ചെയ്തു. ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ ഭാരം ചുമക്കുന്ന പാർലമെന്റ് അല്ല ഇന്ന് റൈസീന കുന്നുകളിൽ ഉള്ളത്. അത് ഭാരതത്തിന്റെ ചെങ്കോലേന്തി നിൽക്കുന്ന ദേശീയ സംസ്കൃതിയുടെ ഭാഗമായ, ദേശീയ സംസ്കൃതിയുടെ തിളക്കം ഉൾക്കൊള്ളുന്ന മന്ദിരമാണ്. ധർമ്മദണ്ഡമേന്തുന്ന പുണ്യക്ഷേത്രമാണ്. അടുത്തിപ്പോൾ ഇതാ 5 നൂറ്റാണ്ട് നീണ്ടുനിന്ന രാമഭക്തരുടെ പോരാട്ടത്തിന് വിരാമമിട്ട് അയോധ്യയിൽ ബാലരാമൻ മിഴി തുറന്നിരിക്കുന്നു. അതിന് യജമാനനായതോ ഭാരതീയ പൈതൃകത്തിന്റെ സകല ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി. ഞങ്ങളിൽ പതിതരില്ല എന്ന് ഓരോ ഭാരതീയന്റെ ഉള്ളിലും മുഴങ്ങിക്കേട്ടു. സിരകളിൽ അഗ്നി പടർത്തുന്ന ത്രസിപ്പിക്കുന്ന ചരിത്രമായി ഭൂമി ഉള്ളിടത്തോളം പുണ്യമന്ദിരം നിലനിൽക്കും. സിരകളിലൂടെ വൈദ്യുത സ്ഫുലിംഗം കടന്നു പോകുന്ന അനുഭവത്തോടു കൂടിയല്ലാതെ ഇത് നമുക്ക് ഓർക്കാനാകുമോ? രാമമന്ത്രം മുഴങ്ങി, രാമക്ഷേത്രം ഉയർന്നു, 140 കോടി ഖണ്ഡങ്ങളും ജയ് ശ്രീറാം വിളിച്ചു. ഭാരതം കുതിക്കുകയാണ്. ഭാരതാംബയുടെ സ്വത്വരഥത്തിലേറി ലോകം മുഴുവൻ ഭാരതത്തിലേക്ക് നോക്കുന്നു. ആത്മനിർഭരമായ ഭാരതം അഭിമാനബോധത്താൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം ഭാരതത്തിന്റെ പ്രകാശത്തെ ഹൃദയത്തിലേറ്റുന്നു. ഏകാത്മക മാനവന്മാർ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. യോഗയിലൂടെ, ആയുർവേദത്തിലൂടെ, സ്വത്വ സംസ്കൃതിയിലൂടെ നാടുണർന്നിരിക്കുന്നു. രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും അഭിമാനകരമായ റിപ്പബ്ലിക് ദിനം നാം ഇന്ന് ആഘോഷിക്കുന്നു. നമുക്ക് മുന്നിൽ ദരിദ്രനും ധനവാനുമില്ല. നമുക്ക് മുന്നിൽ ഉയർന്നവനും താഴ്ന്നവനുമില്ല. ഒരേ കണ്ടത്തിൽ, ഒരേ സ്വരത്തിൽ വന്ദേ മാതരം മുഴക്കിക്കൊണ്ട് ഒരേ ശ്വാസവും ഒരേ വെളിച്ചവും ഒരേ അഗ്നിയും ഏറ്റെടുത്ത് ഈ തണുത്ത പുലരിയിൽ ആത്മാഭിമാനത്തിന്റെ അശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് ഒരേ സ്വരത്തിൽ നമ്മൾ ഓരോരുത്തരും വന്ദേ മാതരം മുഴക്കിക്കൊണ്ടേയിരിക്കുന്നു.